നമസ്കാരം. ലോക പാർട്ട് 1 ചന്ദ്ര വേഫറർ സിനിമാറ്റിക് യൂണിവേഴ്സിലെ ആദ്യത്തെ പടം. സിനിമയുടെ റിവ്യൂ ഒക്കെ പറയുന്നതിന് മുന്നേ ആയിട്ട് ഈ ഒരു സിനിമ എടുത്തതിന് ഡൊമിനിക് അരുണും അത് പ്രൊഡ്യൂസ് ചെയ്തതിന് ദുൽഖർ സൽമാനും അതിഭീകരമായ കയ്യടികൾ. ഒരു പക്ഷെ മലയാളത്തിൽ ആരും തന്നെ ചിന്തിക്കാത്ത രീതിയിലുള്ള ഒരു പരിപാടി അതങ്ങനെ തിയേറ്ററിലെ സ്ക്രീനിൽ കാണുക എന്ന് പറയുമ്പോൾ നമുക്ക് ഭയങ്കര പ്രൗഡാണ്. ഇപ്പം നമുക്ക് പല സിനിമകൾ ഇറങ്ങിയിട്ടുണ്ട്, നമ്മുടെ എന്താ പറയുക സിനിമയാണെന്ന് പറഞ്ഞ് പ്രൗഡായിട്ട് മോളിവുഡിന് പ്രസൻറ്റ് ചെയ്യാൻ പറ്റുന്നത്, മറ്റ് ആളുകൾക്ക് മുന്നിലേക്ക് പ്രസൻറ്റ് ചെയ്യാൻ പറ്റുന്നത് അത്തരത്തിലൊരു സിനിമയാണ് ലോക എന്ന് പറയാം. ഇതിൽ നിന്ന് ഇനിയും സിനിമകൾ വരാനുണ്ട് എന്നുള്ളതും കൂടെ ഭയങ്കര എക്സൈറ്റഡ് ആയിട്ടുള്ള ഒരു കാര്യമാണ് ഈ സിനിമ കണ്ടിറങ്ങിയപ്പോൾ. സിനിമയിലേക്ക് വന്നാൽ സിനിമയുടെ ഏറ്റവും ബ്രില്യൻ്റ് ആയിട്ടുള്ള പരിപാടി എന്ന് പറയുന്നത് ഒന്ന് ഇതിൻ്റെ ഒരു ടെക്നിക്കൽ പെർഫെക്ഷൻ ആണ്, രണ്ടാമത് ഇതിൻ്റെ പ്രൊഡക്ഷൻ ക്വാളിറ്റിയാണ്, ദെൻ അതുപോലെ നമ്മുടെ ഒരു മിത്തിനെയൊക്കെ ഇതിലെ കഥാപാത്രങ്ങളെയൊക്കെ ബ്ലെൻഡ് ചെയ്ത് കൊണ്ടുവന്നിട്ടുള്ള പരിപാടിയാണ്. എവിടെയും നമുക്കൊരു ഫ്ലോ അല്ലെങ്കിൽ ഒരു മോശം പറയാനില്ലാത്ത ഒരു ത്രൂ ഔട്ട് 2.5 hours നമുക്ക് എൻ്റർടൈൻ ചെയ്ത് കാണാൻ പറ്റുന്ന ഒരു സൂപ്പർ ഹീറോ പരിപാടി. കല്യാണി പ്രിയദർശൻ എക്സെപ്ഷണലി വെൽ എന്ന് പറയുന്ന രീതിക്ക് പെർഫോം ചെയ്തിട്ടുണ്ട്. അതുപോലെ നെസ്ലൻ അത് ഗംഭീരമായിട്ട് നെസ്ലനൊക്കെ പെർഫോം ചെയ്തു. നെസ്ലൻ ഇതിനകത്ത് ഒരു നോർമൽ പേഴ്സൺ ആയിട്ടാണ്, പക്ഷെ ആ അടിപൊളിയായിട്ട് കല്യാണിയായിട്ട് സിങ്കായി പോകുന്ന പെർഫോമൻസ് ആണ് പുള്ളി. കല്യാണി ഒരു എന്താ പറയുക സൂപ്പർ ഹീറോ ആയിട്ട് നമുക്ക് അങ്ങനെ തോന്നും, ഒരു സൂപ്പർ ഹീറോ വുമണായിട്ട് നമുക്ക് അങ്ങ് ഫീൽ ചെയ്യും. കാരണം ബോഡി ലാംഗ്വേജ് ആണെങ്കിലും പുള്ളിക്കാരി ആക്ഷനിൽ പെർഫോം ചെയ്തിട്ടുള്ള കാര്യങ്ങളാണെങ്കിലും ഒക്കെ നമുക്ക് അടിപൊളിയായിട്ട് ഫീൽ ചെയ്യും. കളിയങ്കാട്ട് നീലി എന്ന് പറയുന്നൊരു ക്യാരക്ടറിനെയാണ്, പക്ഷെ അത് കോസ്റ്റ്യൂമ് കാണുമ്പോൾ അങ്ങനെയാണ് നമുക്ക് ഡൗട്ട് ഉണ്ടാകും. പക്ഷേ സിനിമയ്ക്കകത്ത് അങ്ങനെ അത് പ്രസൻറ്റ് ചെയ്തിട്ടുണ്ട്. സ്റ്റോറിക്ക് അത്രയ്ക്കും ബിൽഡപ്പ് കൊടുത്തിട്ട് തന്നെ കല്യാണിയുടെ ക്യാരക്ടറിനെ കൊണ്ടുവന്ന് പ്ലേസ് ചെയ്തു. അതിന് ലോജിക്കലി കൊടുക്കുന്ന കാര്യങ്ങളൊക്കെ നമുക്ക് ഭയങ്കരമായിട്ട് കണക്ട് ആവും. നമുക്ക് എവിടെയും അയ്യടാ ഇതെന്താ ഇങ്ങനെ എന്ന് നെറ്റ് ചുളിക്കേണ്ട ഒരു സിറ്റുവേഷനേ ഇല്ല. കാരണം എല്ലാം അത്രയ്ക്ക് ബ്ലെൻഡ് ചെയ്തിട്ട് പറയുന്നുണ്ട്. നമുക്ക് തോന്നുന്ന ഡൗട്ട്സൊക്കെ തന്നെ സിനിമയുടെ ഓരോ സീനിലും ഡയലോഗ് വൈസും സിറ്റുവേഷൻ വൈസും ഒക്കെ ക്ലിയർ ചെയ്ത് പോകുന്നുണ്ട്. ഒരു സൂപ്പർ ഹീറോ മൂവിയിൽ അങ്ങനെ നമുക്കൊരു ക്ലാരിഫിക്കേഷൻ വേണ്ട സ്ഥലത്ത് അത് കൃത്യമായിട്ട് സ്ക്രീനിൽ കിട്ടുക എന്ന് പറയുന്നത് അത് തന്നെയാണ് ആ സിനിമയുടെ ഒരു ബ്രില്യൻസ് എന്ന് പറയുന്നത്. കാരണം ഈ സിനിമ ഒരു പക്ഷേ മലയാളത്തിൽ ഈ വർഷം എന്നല്ല ഈ അടുത്ത കാലത്ത് ഇറങ്ങി ഏറ്റവും മികച്ച സിനിമകളിൽ ഒന്നായിട്ട് തന്നെ പറയേണ്ടി വരും. വലിയ സ്റ്റാർ കാസ്റ്റ് പരിപാടികളൊന്നും ഇല്ല എന്ന് തന്നെയാണ് നമ്മളോട് ആദ്യം ഈ സിനിമയുടെ അണിയർ പ്രവർത്തകർ പറഞ്ഞത്. കാരണം കല്യാണി ആണെങ്കിൽ ഒരു ഫീമെയിൽ ഓറിയന്റഡ് ലീഡിൽ വരുന്നു, അതുപോലെ നെസ്ലൻ, ദെൻ വേറെ ആരും ഇല്ല എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. പക്ഷേ ഇതിൽ സർപ്രൈസ് ആയിട്ടുള്ള കുറേ ക്യാമിയോ ഉണ്ട്, അതൊക്കെ നന്നായി വന്നിട്ടുണ്ട്. കാരണം ഇതിനകത്ത് ഒരു 2-3 ക്യാമിയോ അപ്പിയറൻസ് ഉണ്ട്. അത് ആ സിനിമയുടെ സ്റ്റോറിയുമായിട്ടൊക്കെ ബ്ലെൻഡ് ചെയ്ത് പോകുന്ന രീതിക്ക് തന്നെയാണ് വന്നിരിക്കുന്നത്. അങ്ങനെ അതിനകത്ത് ഒരുപാട് സർപ്രൈസ് എലമെൻറ്റുകളുണ്ട്. ഇതിൻ്റെ ഒരു സ്റ്റോറി ടെല്ലിംഗ് തന്നെ നമുക്ക് നോർമലി നമുക്ക് അങ്ങനെ പരിചയം ഇല്ലാത്തതാണ്, പക്ഷേ അത് അത്രയ്ക്ക് ബ്രില്യൻ്റ് ആയിട്ട് പറഞ്ഞിട്ടുണ്ട്. പെർഫോമൻസിലേക്ക് വന്നു കഴിഞ്ഞാൽ കല്യാണി കഴിഞ്ഞാൽ പിന്നെ നെസ്ലിനും കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ചന്തു, പിന്നെ അതുപോലെ വേറെ ഒരു ആൾ കൂടെ ഉണ്ട്, അവർ വലിയ കുഴപ്പമില്ലാതെ ചെയ്തിട്ടുണ്ട്. നിഷാന്ത് സാഗർ ഉണ്ട്, ദെൻ സർപ്രൈസ് ആയിട്ടുള്ള ക്യാമിയോയിൽ വന്ന ആളുകൾ എല്ലാവരും നന്നായി തന്നെ ചെയ്തിട്ടുണ്ട്. ഈ യൂണിവേഴ്സിൽ ഇനി ഒരുപാട് പടങ്ങൾ വരാനുണ്ട് എന്ന് പറയുമ്പോൾ അത് ഭയങ്കര എക്സൈറ്റ്മെൻ്റ് ആണ്. കാരണം അത് ട്രെയിലറിലൊക്കെ അത് കാണിക്കുന്നുണ്ട്. കാരണം എല്ലാവരും സിനിമ കണ്ട് പേര് കാണിക്കുമ്പോഴേക്കും ഇറങ്ങി പോകുന്നുണ്ട്, പക്ഷേ അവസാനം അത് കഴിഞ്ഞിട്ട് പിന്നെയും സീൻസ് വരുന്നുണ്ട്. അത് കാണേണ്ട ഒരു കാര്യമാണ്. കാരണം നെക്സ്റ്റ് പാട്ടിലേക്കൊക്കെയുള്ള ഹിന്ദികളൊക്കെ അതിനകത്ത് തരുന്നുണ്ട്. അത്രയ്ക്ക് ബ്രില്യൻ്റ് ആയിട്ട് ചെയ്തിട്ടുള്ളൊരു പരിപാടിയാണ്. അപ്പം തീർച്ചയായിട്ടും തിയേറ്ററിൽ കാണുക, നല്ല കിടിലൻ ക്വാളിറ്റി ഉള്ളൊരു തിയേറ്ററിൽ എക്സ്പീരിയൻസ് ചെയ്യേണ്ട ഒരു പടമാണ് ലോക. കാരണം ആ ഒരു സാറ്റിസ്ഫാക്ഷൻ വലിയൊരു ക്രൗഡിനെ കൂടെ കാണുമ്പോഴും അതുപോലെ തന്നെ നല്ല ക്വാളിറ്റി ഉള്ളൊരു തിയേറ്ററിൽ കാണുമ്പോഴാണ് കിട്ടുക. കാരണം അത്രയും ക്ലാപ്സും കാര്യങ്ങളൊക്കെ വരാൻ സാധ്യതയുള്ള ഒരുപാട് മൊമെൻറ്റുകൾ ഈ സിനിമയിലുണ്ട്. അതെല്ലാം എൻജോയ് ചെയ്യണമെങ്കിൽ അത്രയും വലിയ തിയേറ്ററിൽ വലിയ ക്രൗഡിൻ്റെ കൂടെ ഇരുന്ന് കാണേണ്ടതാണ്. അപ്പം തീർച്ചയായിട്ടും ഈ ഓണം സീസണിൽ യൂത്തിനൊക്കെ എൻജോയ് ചെയ്ത് കാണാൻ പറ്റുന്ന, അതുപോലെ തന്നെ ചെറിയ കുട്ടികൾക്കൊക്കെ എൻജോയ് ചെയ്ത് കാണാൻ പറ്റുന്ന സൂപ്പർ ഹീറോ പരിപാടികളൊക്കെ ഇഷ്ടമുള്ള ആളുകൾക്ക് കാണാൻ കഴിയുന്ന ഒരു കിടിലൻ പരിപാടിയാണ് ലോക.